ഈ കരുവോണിലും പരിസരങ്ങളിലും തെരുവുനായ ശല്യം വളരെ രൂക്ഷമായിട്ടുണ്ട്. അഞ്ചൽ അലയമണ്ണിൽ വീണ്ടും തെരുവുനായയുടെ ആക്രമണം. കരികോൺ കടവറം പ്രദേശങ്ങളിൽ തെരുവുനായ ആക്രമണത്തിൽ വയോധിക ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. നാട്ടുകാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഒരു PHC സെന്ററിൽ പോകുന്ന രോഗികൾ, അവശരായ വൃദ്ധരായ ആൾക്കാരുണ്ടാകും ആ കൂട്ടത്തിൽ. അവർക്കൊക്കെ ഭയത്തോടു കൂടി മാത്രമേ ചികിത്സാർത്ഥം ആശുപത്രിയെ സമീപിക്കാൻ കഴിയുന്നു. അഞ്ചൽ അലയമണ്ണിൽ വീണ്ടും തെരുവുനായ്ക്കളുടെ ആക്രമണം. കരുകോൺ കടവറം പ്രദേശങ്ങളിൽ തെരുവുനായ ആക്രമണത്തിൽ വയോധിക ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. കുട്ടിനാട് പേഴുവിള വീട്ടിൽ ആമിന 54, ഇത്തയത്തെ കോഴിക്കടയിലെ തൊഴിലാളി ജഹാംഗീർ അലം എന്നിവർക്കാണ് പരിക്കേറ്റത്. ഞാൻ മോളെ ട്യൂട്ടോറിൽ കൊണ്ടുവിട്ടിട്ടേ 8ാം ക്ലാസ്സിൽ അവൾ പഠിക്കുന്നത്. മോള് ട്യൂട്ടോറിൽ കൊണ്ടുവിട്ടിട്ട് അങ്ങോട്ട് നടന്നു പോയപ്പോൾ കടവറുത്ത് കണ്ടൊരു വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ, ഇച്ചിരി അപ്പുറത്തോട്ട് പോയപ്പോഴാണ് പട്ടി ഇതേപോലെ ചാടിക്കൊണ്ട് വന്നത്. മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റ ആമിനയെ അഞ്ചൽ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു പ്രാഥമിക ചികിത്സ ലഭ്യമാക്കിയ ശേഷം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ചെറുമകളെ സ്കൂളിലേക്ക് എത്തിച്ച ശേഷം മകന്റെ വീട്ടിലേക്ക് പോകവേ പിന്നാലെ എത്തിയ നായ ആമിന ബീവിയെ ആക്രമിക്കുകയായിരുന്നു. നിലത്ത് വീണ വയോധികയുടെ മൂക്കിൽ നായ കടിക്കുകയായിരുന്നു. മൂക്കിന്റെ ഭാഗത്ത് 3ഓളം തുന്നിക്കെട്ടുകളുണ്ട്. മൂക്കിന്റെ പാലത്തിനും കണ്ണിനും പരിക്കേറ്റിട്ടുണ്ട്. കാലിന് പരിക്കേറ്റ ജഹാംഗീറിനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ ലഭ്യമാക്കിയ ശേഷം പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. LKG മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള സ്കൂളുകൾ, ആശുപത്രി ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന കരുകോൺ കടവറം പുത്തയം മേഖലകളിൽ രൂക്ഷമാകുന്ന തെരുവുനായ ശല്യം അമർച്ച ചെയ്യാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അലയമൺ മുസ്ലിം ജമാഅത്തിന്റെ ഭാരവാഹികൾക്കും അലയമൺ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, വില്ലേജ് ഓഫീസർ എന്നിവർക്ക് പരാതി നൽകി. കഴിഞ്ഞ മാസം കരുവോണിലെ തെരുവുനായ ആക്രമണത്തിൽ 10ഓളം ആളുകൾ പരിക്കേറ്റിട്ടുണ്ട്. പട്ടിശല്യം വളരെ രൂക്ഷമായിട്ടാണ്. 1 മാസം മുന്നേ പേപ്പട്ടി ഇറങ്ങി ഇവിടെ 11 പേരെ കടിക്കുകയും അതിൽ 2 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ ഉള്ള ഒരവസ്ഥയിലാണുള്ളത്. ഇന്ന് അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഒരു പേപ്പട്ടി ഇറങ്ങിയിട്ട് രാവിലെ 5 പേരെ കടിച്ചിട്ടുണ്ട്. കുറേ പേര് പേടിപ്പിച്ച് വിട്ടിട്ടുണ്ട്, ഓടിപ്പോയിട്ടുണ്ട് കുറേ പേര്. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അലയമൺ മുസ്ലിം ജമാഅത്ത് ഒരു നിവേദനം അലയമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും അഡ്രസ്സ് ചെയ്ത് കൊടുക്കുകയും സെക്രട്ടറിയെ നേരിൽ കണ്ടത് ഏൽപ്പിക്കുകയും ചെയ്തു. ന്യൂസ് കേരളം 24.